പാലക്കാട് കൊല്ലങ്കോട് നടന്ന 2024-25 വർഷത്തെ മിസ്റ്റർ പാലക്കാട് ശരീര സൗന്ദര്യ മത്സരത്തിൽ നേട്ടം കൊയ്ത് തൃത്താല സ്വദേശികൾ. സ്പോർട്സ് ഫിസിക് വിഭാഗത്തിൽ ഗോൾഡ് മെഡലും അത്ലറ്റിക് ഫിസിക്കിൽ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യനുമായ വാവന്നൂർ സ്വദേശി മുഹമ്മദ് അജീർ, മാസ്റ്റേഴ്സ് ഇനത്തിൽ 50+ വിഭാഗത്തിൽ ഗോൾഡ് മെഡൽ നേടിയ കൂടല്ലൂർ സ്വദേശി MP സുബൈർ, സീനിയർ 55 കിലോഗ്രാം വിഭാഗത്തിൽ സിൽവർ മെഡൽ നേടിയ കരിമ്പ സ്വദേശി ഷിജിൽ എന്നിവരാണ് മെഡൽ നേട്ടത്തോടെ നാടിനാകെ അഭിമാനമായി മാറിയത്. ഫെബ്രുവരിയിൽ നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലേക്കും ഈ 3 പേരും തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഇതോടെ സംസ്ഥാനതല മത്സരത്തിൽ മികച്ച നേട്ടം കൈവരിക്കാനുള്ള തീവ്ര പരിശീലനത്തിലാണ് മൂവരും. 13 വർഷക്കാലത്തോളം നിരവധി കായിക പ്രതിഭകളെ വാർത്തെടുത്ത തൃത്താല ഫിറ്റ്നസ് കെയർ ജിമ്മിലായിരുന്നു മൂവരുടെയും പരിശീലനം. ഫിറ്റ്നസ് കെയർ ജിം പരിശീലകരായ വട്ടംകുളം സ്വദേശി അൻഷാദ്, സെയ്ഫുദ്ദീൻ എന്നിവരാണ് മൂവരുടെയും പരിശീലകർ. 1 വർഷത്തിലേറെ നീണ്ട കഠിന പരിശീലനത്തിനൊടുവിലാണ് മൂവരും അഭിമാനാർഹമായ നേട്ടം കൈവരിച്ചതെന്ന് പരിശീലകൻ അൻഷാദ് പറഞ്ഞു. അടുത്ത മാസം ചെന്നൈയിൽ നടക്കുന്ന മിസ്റ്റർ സൗത്ത് ഇന്ത്യ ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുന്ന കേരള ടീമിന്റെ കോച്ച് കൂടിയാണ് പരിശീലകനായ അൻഷാദ് വട്ടംകുളം. തൃത്താല ഫിറ്റ്നസ് കെയർ ജിം പരിശീലകൻ അൻഷാദ് വട്ടംകുളം, മുഹമ്മദ് അജീർ, MP സുബൈർ, ഷിജിൽ കരിമ്പ, സെയ്ഫുദ്ദീൻ തുടങ്ങിയവർ കൂറ്റനാട് പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മിസ്റ്റർ പാലക്കാട് ചാമ്പ്യൻഷിപ്പിൽ നമ്മളെ കൊല്ലങ്കോട് വെച്ച് നടന്നിരുന്നു. അവിടെ സീനിയർ വിഭാഗം സ്പോർട്സ് ഫിസിക് ഗോൾഡ് മെഡലിസ്റ്റും അതുപോലെ തന്നെ അത്ലറ്റിക് ഫിസിക് ചാമ്പ്യനുമായി വിന്നറായ അജീർ, ആള് വാവന്നൂർ സ്വദേശിയാണ്. അതുപോലെ തന്നെ മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ മാസ്റ്റേഴ്സ് +50 വിഭാഗത്തിൽ ഗോൾഡ് മെഡൽ നേടിയ സുബൈർ, ആള് കൂടല്ലൂർ സ്വദേശിയാണ്. അതുപോലെ തന്നെ സീനിയർ വിഭാഗത്തിൽ 55 കിലോ കാറ്റഗറിയിൽ സിൽവർ മെഡലിസ്റ്റ് ഷജിൽ, ആള് കരിമ്പ സ്വദേശി കൂടിയാണ്. ഇവർ 3 പേരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവർ 3 പേർക്കും അടുത്ത മാസം നടക്കാനിരിക്കുന്ന സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിലേക്ക് സെലക്ഷൻ ആവുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ മേഴത്തൂരാണ് താമസിച്ചിരുന്നത്, ഇപ്പോൾ കൂടല്ലൂരാണ്. ഞാൻ ഇപ്പോൾ 51 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് എനിക്ക്. ഞാനൊരു 6 വർഷമായിട്ട് ഇങ്ങനെ ജിമ്മിൽ പോയിക്കൊണ്ടിരുന്നതാണ്. അങ്ങനെ ഞാൻ ഗൾഫിലാണ്, അവിടെയും പോയിരുന്നു, ഇവിടെ വന്നിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാ കോച്ചുകളും നല്ലത് തന്നെയാണ്. ഞാനിപ്പോൾ ലാസ്റ്റ് ടൈം ഇപ്പോൾ ഒരു വർഷമായിട്ട് ഇപ്പോൾ ഫിറ്റ്നസ് കെയറിൽ അൻഷാദ്ക്കാട ജിമ്മിലാണ് ഇപ്പോൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ വന്നതിന് ശേഷമാണ് എന്നെ ഒരു മത്സരത്തിൻ്റെ ഇതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അൻഷാദൊക്കെയാണ് നമ്മളോട് ഇറങ്ങാൻ വേണ്ടി പറഞ്ഞതും അതിനു വേണ്ടിയുള്ള എഫേർട്ടും എന്താ പറയുക, ഇത്രയും എഫക്റ്റീവായിട്ട് നമ്മളെ കൊണ്ട് കളിപ്പിക്കാനും അതുപോലെ നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും, എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് അൻഷാദൊക്കെയും അൻഷാദാണ് അനിയൻ സെയ്ഫിൻ്റെ 2 കോച്ചുകളാണ്. എനിക്ക് കിട്ടിയിട്ടുള്ള ഇതിന് ഏറ്റവും കൂടുതൽ ഞാൻ കടപ്പെട്ടിട്ടുള്ളത് ഇവരോടാണ്. പിന്നെ എൻ്റെ ഫാമിലീസ്, പിന്നെ ഇപ്പോൾ ഞാൻ ഈ ഒരു എന്താ പറയുക 45 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ ജിമ്മിൻ്റെ ഫീൽഡിലേക്ക് പോകുമ്പോൾ എൻ്റെ എന്താ പറയുക, കുറേ ആൾക്കാർ നമ്മളെ അതിൽ നെഗറ്റീവായിട്ട് എന്താ ഇതിൽ കാര്യമുള്ളത്, ഇതിൽ കാര്യമൊന്നുമില്ല, കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ ആൾക്കാർ കളിയാക്കിയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ അത് നമുക്ക് അങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള കമൻറ്റ് വരുമ്പോൾ അതങ്ങനല്ല, അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയും എന്നുള്ളത്, അതിന് പറ്റിയ എനിക്ക് നല്ലൊരു കോച്ചിനെ കൂടി കിട്ടി വെക്കുമ്പോൾ എനിക്ക് ഈ ഒരു സമ്മാനം എനിക്ക് കിട്ടി. ഇനിയിപ്പോൾ ഇൻഷാല്ലാ കേരള മത്സരത്തിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിനിപ്പോൾ നമ്മളെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അൻഷാദിക്കും സെയ്ഫും. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഇതിന് ഏറ്റവും കൂടുതൽ ഞാൻ കടപ്പെട്ടിട്ടുള്ളത് എൻ്റെ കോച്ചുകളോടും എൻ്റെ ഫാമിലീസിനോടും എൻ്റെ വീട്ടിലെ വൈഫ്, എൻ്റെ മക്കൾ, ഇതിന് നല്ല സപ്പോർട്ടാണ്. അവരുടെ സപ്പോർട്ടും കൊണ്ടാണ് എനിക്ക് ഇതുവരെ എത്താൻ വേണ്ടിയിട്ട് കഴിഞ്ഞത്. ഞാൻ ഒരു കൊല്ലമായി ഇതിനാണ് പ്രയത്നിക്കുന്നത് മിസ്റ്റർ പാലക്കാട് എന്നുള്ള കോമ്പറ്റീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ ഫിറ്റ്നസ് കെയർ തല അൻഷാദിൻ്റെ കീഴിൽ നിന്ന് കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ. നമുക്കെന്ത് പോരായ്മ വന്നാലും പോരായ്മകൾ കുറേ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നികത്തി നമ്മളെ കോമ്പറ്റീഷനിൽ നന്നായിട്ട് പെർഫോമൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഫാമിലീസും കുറേ ഇടങ്ങളായിട്ടുണ്ട് ഇതിനൊക്കെ വേണ്ടിയിട്ട്. ഇതിന് മുന്നേ ഞാൻ കളിച്ചിരുന്നത് പൂനമുച്ചി ക്ലബിലായിരുന്നു. അൻവർ എന്നാണ് പേര്, ആളെ വീട്ടിൽ കളിച്ചിരുന്നത്. പിന്നെ അവിടെ
അവിടുന്ന് കോമ്പറ്റീഷൻ ചെയ്യാനായിട്ട് അഞ്ചേക്കാരുടെ ക്ലബിലേക്ക് വരികയും എല്ലാവർക്കും നന്ദി പറഞ്ഞു. കഴിഞ്ഞ ഒരു വർഷമായിട്ടുള്ള അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ ഇരിക്കുന്നത്. അതിന് ഒരുപാട് പേരുടെ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്, ഫാമിലി, അതുപോലെ തന്നെ കോച്ച്, അങ്ങനെ ഒരുപാട് പേരുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി. പിന്നെ 22-ാം തീയതി, കഴിഞ്ഞ മാസം 22-ാം തീയതി പാലക്കാട് വെച്ചിട്ട് നടന്ന മത്സരത്തിൽ വിന്നേഴ്സാണ് ഇപ്പോൾ പരിചയപ്പെട്ടു. അടുത്ത മാസം മിസ്റ്റർ കേരള കോമ്പറ്റീഷൻ വരുന്നുണ്ട്. അതിൻ്റെ സെലക്ഷൻ കിട്ടിയിരിക്കണം. അതിൻ്റെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. 3 പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ്, ഏഷ്യൻ പെയിന്റ്സ്, ജോർഡൻ, നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വിലക്കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം.